ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ അടുത്ത 0 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ, അതായത് ഏർലി മോർണിംഗ് ഒരു 6:30 ആയപ്പോൾ തന്നെ ഒരു ഡ്രൈവ് പോകാൻ പോവാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ. അത് നമ്മുടെ കൂട്ടത്തിലുള്ള സമ്മത് ഞാറ് നടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. 7 മണിയായപ്പോഴേക്കും അവർ നിർത്തിപ്പോയത്. പുള്ളി ഒറ്റയ്ക്കായി. ഒരു അമ്മാമ്മയുണ്ട് കൂടെ. അമ്മാമ്മയാണ് ഇതിന്റെ മുതലാളി. അതെ, പുള്ളിക്കാർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. മുതലാളി അമ്മാമ്മയും സമ്മതും മാത്രമായി. വീണ്ടും വരിക. ഈ വീടിൻ്റെ റൂഫ് കണ്ടോ, പലകയാണ്. പലക, ആ ഫ്രണ്ടിലെ ഭാഗമൊക്കെ പലകയാണ് കേട്ടോ. വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഇങ്ങനെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഷീറ്റായി മാറി ഇപ്പം. ഇവിടെ ഒരു സംഭവം കണ്ടോ, ഒരു മാരുതി കാറാണ്. ഇത് പിക്കപ്പാക്കി മാറ്റിയേക്കുവാണ്. എങ്ങനെയുണ്ട്? ജുഗാഡ്, ദേശി ജുഗാഡ്. നമ്മളിന്നൊരു മോർണിംഗ് ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. ഏർലി മോർണിംഗ് 6:30 പുറപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ 2 വില്ലേജ് കവർ ചെയ്തു. ആദ്യത്തെ വില്ലേജ് കവർ ചെയ്ത്, ഇത് രണ്ടാമത്തെ വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ പേരാണ് ഹോങ്. കുറേ നേരമായിട്ടേ ഈ കൃഷി സ്ഥലങ്ങളുടെ ഒരു ഏരിയൽ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം തപ്പി നടക്കായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയത്. ആ റിഫ്ലക്ഷൻ വന്നപ്പോൾ എന്ത് ഭംഗിയല്ലേ. കൃഷിസ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾക്ക് വേറെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മളങ്ങനെ വില്ലേജ് വിസിറ്റൊക്കെ കഴിഞ്ഞ്, വില്ലേജിലൂടെ ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്, ഗോൾഡൻ റിസോർട്ട് 0. അപ്പോൾ അജു, എന്താണ് ഇനി അടുത്ത പ്രോഗ്രാം? നമ്മൾ നിഷി ട്രൈബിൻ്റെ ഒരു വില്ലേജ്, ലിനിയ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോവാണ്. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓക്കെ. ഇച്ചിരി ലാൻഡ് സ്ലൈഡ് സാധ്യതയൊക്കെ ഉള്ള വഴിയാണ്. എത്ര കിലോമീറ്റർ കാണും? ഇവിടുന്ന് അറൗണ്ട് ഒരു 30 കിലോമീറ്റേഴ്സോളം ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് അപ്പത്താനി ട്രൈബിൻ്റെ ഏരിയ അല്ലേ? 0 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അപ്പത്താനി ഏരിയാസാണ്. മൊത്തം ഇവര് അപ്പത്താനീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ നിഷി വില്ലേജ് എന്ന് പറഞ്ഞാൽ എവിടെയായിട്ടാണത്? അപ്പത്താനി ഏരിയയെ ചുറ്റി, 0യെ ചുറ്റി മൊത്തം നിഷികളാണ്. ഓക്കെ. എല്ലാ സൈഡിലും നിഷികളാണുള്ളത്. 92 രൂപയാണ് ഇവിടെ പെട്രോളിൻ്റെ വില കേട്ടോ. നമ്മുടെ നാട്ടിൽ എത്ര? 105 വരില്ലേ? എത്ര ഡിഫറൻസ് നോക്കി. ഡീസലാണെങ്കിൽ 81.29. മച്ചാനെ ഫുള്ള് സ്കോഡ വന്നു. നല്ല കോടയാണ് കേട്ടോ. ഫുള്ള് വളവും തിരുവാണ്. എതിരെ വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് കൊള്ളാം.
ഈ ചെടിയോ? ആ ചെടിയുടെ മുള്ളാണ് ടാറ്റു അടിക്കാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ മുള്ളു കൊണ്ടാണ് ടാറ്റു അടിക്കുന്നത് ഇവിടുത്തെ കാര്യം. ഈ മുള്ള എങ്ങനെയാണ് ടാറ്റു അടിക്കാൻ യൂസ് ചെയ്യുന്നത്? മുള വടി എടുക്കും, അതിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ മുള്ള് അതിനകത്ത് കയറ്റി വെക്കും. എന്നിട്ട് ചെറിയൊരു കമ്പും വെച്ച് ഇങ്ങനെ തട്ടി തട്ടിയാണ് ടാറ്റു അടിക്കുന്നത്. ഈ കലമില്ലേ, പാത്രത്തിന്റെ അടിയിലുള്ള കരി, അതാണ് ഇങ്കായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. എന്താ കേട്ടത്? മുകളിലേക്ക് വഴി പോകും. സ്ലഷ് ആണല്ലോ. കണ്ണെഴുതിയ ഒരു മിഥുൻ കിടപ്പുണ്ട് വഴിയില്. ഇത് ശരിക്കും പശുവിന്റെയും പോത്തിന്റെയും കൂടി സങ്കരനാണ് ഇത്. അതെ അതെ, അത് ഇന്ത്യൻ ഗൗറിന്റെയും പശുവിന്റെയും സങ്കരമാണ്. ഉണ്ടോ? ആയി കൊള്ളാലോ, ബ്യൂട്ടി. മേളിൽ കുട്ടികൾ നിൽക്കുന്നുണ്ട്, 3 എണ്ണം. പൊട്ടുണ്ട്. അട്ട കടിച്ചിരിക്കുകയാണോ അത്? അതെ, അട്ട കടിച്ചിരിക്കുകയാണ് കേട്ടോ. കഴുത്തിലും എന്താ നടുക്കൊക്കെ. അടുത്തേക്ക് വരരുത് കേട്ടോ. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. നോക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. പൊന്നല്ലേ സ്വന്തം ചേട്ടനെ പോലെ അവന്റെ അത്തിമരം, അത്തിപ്പഴം ഉണ്ടായി കിടക്കുന്നു. നോക്കി, ഫിഗ് ട്രീ. നമ്മളിപ്പോൾ വരുന്ന വഴി എന്തോ ഒരു ജീവി ഇതിൽ പാസ് ചെയ്ത് പോയി. മരപ്പട്ടിയാണോ അതല്ലെങ്കിൽ മറ്റേ മാർട്ടൻ ഇനത്തിൽപ്പെട്ട എന്തോ ആണോ എന്നറിയില്ല. ഏതായാലും ഒരു ചെറിയ ഫോട്ടോ മാത്രം കിട്ടി, വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഒരു ചെറിയ ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ ഇത്. ഇന്റർനാഷണൽ ഒരു ചെറിയ വില്ലേജിലെത്തി. വില്ലേജിലെ പള്ളിയാണ് ഈ കാണുന്നത്. വില്ലേജിലെ കവാടം, എൻട്രൻസ്. 2 കുട്ടികൾ നിൽക്കുന്നു. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വഴി. കോടയും നല്ല തിക്ക് ഫോറസ്റ്റും. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു വ്യൂ കിട്ടുന്ന ഓപ്പൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു വില്ലേജൊക്കെ കാണാം. എന്തോ ഒരു ഗ്രീൻ ഹൗസ് പോലെ എന്തോ കൾട്ടിവേഷനൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. താഴെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഷോപ്പ്. ഒരു കാറ് കിടക്കുന്നു. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ആ കാട് കണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാട് കാണാൻ. ഇതാ അവിടെ ആയിട്ടൊരു ചെറിയ വില്ലേജ് കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള വില്ലേജ്. മലകൾക്കിടയിൽ നിൽക്കുന്നുണ്ടോ? പക്ഷേ ഈ കാട് നോക്കി എന്ത് ഭംഗി. ഈ കാടിന് തിക്ക് ഫോറസ്റ്റ്, അതിനിടയിൽ ഇങ്ങനെ മേഘങ്ങളും ഫോഗും ഒക്കെ വന്നിട്ട് എന്താ ഒരു ഭംഗി. എന്താ കൃഷി ചെയ്തിരുന്നത്? കൃഷി. കരിന്താറാവ്. ഇവിടുത്തെ ചെറുതാ. നമ്മൾ നാളെ പോകുന്ന വഴിക്കൊരു സ്ഥലത്ത് നല്ല വലിയ ഓറഞ്ചുണ്ടാവും, നല്ല ടേസ്റ്റാണ്. അങ്ങ് താഴെയായിട്ടൊരു വില്ലേജ് കാണാം കേട്ടോ. കണ്ടോ വഴി പോകുന്നു നോക്കൂ. ചെറിയ ഗ്രൗണ്ട് എന്തൊക്കെയോ ഉണ്ട് അവിടെ. ഒരു അമ്മാമ്മ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് നമുക്കൊരു ലിഫ്റ്റ് കൊടുക്കാം.
ഡ്രൈവിംഗ് സീറ്റൊക്കെ ചോദിക്കുന്നത്. അമ്മച്ചി കയറിക്കോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ വന്നിട്ട് വഴി കൂടെ ആൾക്കാർ നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാല് നമ്മൾ നിർത്തി ലിഫ്റ്റ് കൊടുക്കണമെന്നാണ്. കയറിക്കോ അമ്മച്ചി, ധൈര്യമായിട്ട് കയറിക്കോ. ഓക്കെ, നമ്മൾ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോയി അമ്മച്ചിന്റെ ആളല്ല നമ്മള് അമ്മച്ചി വായിതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ദൈവമേ, നീ വീഡിയോ എടുത്ത് നിന്നെ തട്ടിക്കളയോടാന്നാണോ പറയുന്നത്? ആർക്കറിയാം, എല്ലാവരുടെയും കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വീട്ടിൽ കൊണ്ടുവിടുന്നവരെ ഒന്നും പറയത്തില്ല. അതെ, ടെറസ് കൾട്ടിവേഷൻ ആണല്ലോ ഇവിടെ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, ഇങ്ങനെയുണ്ട് നോക്കാം. ഇവിടുത്തെ വില്ലേജ് കാണാം, ഉണ്ടോ? വില്ലേജ് വ്യൂ പോയിന്റ് അടിപൊളി. ഇത് മൊത്തം വില്ലേജ് കാണാം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വില്ലേജ്. താഴെ ഒരു സ്ട്രീം ഒഴുകി പോകുന്നു. ടെറസ് കൾട്ടിവേഷൻ. നമ്മളേ പെട്ടെന്ന് ഇതാ ബാലി എത്തി. ബാലിയിൽ നമ്മൾ ടെറസ് കൾട്ടിവേഷനൊക്കെ കാണില്ലേ, റൈസ് ടെറസ്, അതുപോലുള്ളൊരു സ്ഥലത്തെത്തി. ഇതാ നോക്കിക്കോളൂ, ബ്യൂട്ടിഫുൾ റൈസ് ടെറസ്. അത് കാടിന് നടുക്ക്. എന്താ ഒരു ആംബിയൻസ്. ചെറിയ മഴയും പെയ്യുന്നുണ്ട്. ഗാഡി ഇങ്ങനെ നിർത്തരുത്, ദൈവത്തിനോട് ഞാനെന്താ ട്രാൻസ്ലേറ്റർ. അമ്മച്ചി അവസാനം പറയേ, എന്റെ മനയിലേക്ക് സ്വാഗതം, ഇവിടെ നിന്ന് പോകാൻ അനുവാദമില്ല. അമ്മച്ചിയുടെ വില്ലേജ് എത്തി. നല്ല മഴയാണ് കേട്ടോ. ഇതാണ് നിഷി ട്രൈബൽസിന്റെ വില്ലേജ്. തൊപ്പം പോണ വീട്ടിലേക്ക് വീട് തൊപ്പാക്കണ്ടേ. അമ്മച്ചിയുടെ വീടൊക്കെ കണ്ടിട്ട് വരാം. ദൈവം എങ്ങോട്ട് ഇറക്കിയ കയറ്റാൻ പറ്റുമോ? അമ്മച്ചിയുടെ വീട് ഇവിടെ ഇല്ല. ആ ചേച്ചി വഴി പറഞ്ഞു തന്നു, കുറച്ചപ്പുറത്താണ്. അതാണോ വീട് ആ കാണുന്നത്? ഓക്കെ, അതാണ് അമ്മച്ചിയുടെ വീട്. നമുക്ക് അവിടെ കൊണ്ടേയാക്കാം. ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ എൻട്രൻസ് ആണ് കാണുന്നത്. ഗാഡി മുഷ്കിൽ, ജാനാ മുഷ്കിൽ. ആ കാണുന്ന പറ്റത്തില്ല അമ്മച്ചി, പോത്തില്ല അമ്മച്ചി. പാനി മേ നഹീ ജായേഗ. കണ്ണിക്കുത്തല്ലേ ഒന്നുമില്ല, പോടാ. നീയൊക്കെ എന്നെ വഴിയിൽ ഇറക്കി വിട്ടില്ലേ എന്ന് പറഞ്ഞ പോണത്. ആ തൊപ്പിയൊക്കെ ഉണ്ട്. പഴയ എഞ്ചിനാണെങ്കിലേ വലിച്ചു വലിച്ച് പൊക്കോളും. അപ്പൊ അമ്മച്ചിനെ നമ്മൾ ഇറക്കി വിട്ടു കേട്ടോ. അതായത് അവിടെ റോഡിൽ കംപ്ലീറ്റ് വെള്ളവും ചെളിയും സ്ലഷായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ നമ്മൾ പെട്ടുപോകുമെന്ന് കരുതിയിട്ട് പിന്നെ അമ്മച്ചി അവിടെ ഇറക്കി വിട്ടു. അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോയി. നല്ലൊരു സ്ട്രീം ഒഴുകി വരുന്നു നോക്കി. അമ്മച്ചി കുറെ നേരമായിട്ടേ സത്ലങ്ക എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ശ്രീലങ്ക എന്നാണ് മനസ്സിലായത്. അപ്പൊ എന്തായിരുന്നോ പുള്ളിക്കാരുടെ വില്ലേജിന്റെ പേരത്, സത്ലങ്ക. ഇപ്പൊ താഴെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മളേ ലിനിയ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് എത്തിയേക്കുന്നത്. ഇത് നിഷി വില്ലേജാണ്, നിഷി ട്രൈബൽ വില്ലേജ്. നമ്മൾ നേരത്തെ പോയതൊക്കെ അപ്പത്താനി വില്ലേജാണ്. ഇത് നിഷി ട്രൈബൽ വില്ലേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വാലിയിൽ താമസിക്കുന്നതാണ് അപ്പത്താനീസ്. അതിൻ്റെ മുകളിലുള്ള കാടുകളിലും മലകളിലും ഒക്കെ താമസിക്കുന്നത് നിഷി ട്രൈബാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വില്ലേജിൽ വന്നിരിക്കുകയാണ്, ലിനിയ വില്ലേജ്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, നമുക്ക് ചായ കിട്ടുമോ നോക്കാം.
മഴയാണ് കേട്ടോ. ഓക്കെ, ഇവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കാം. ആഹാ, വീട്ടിൽ വെൽക്കം ചെയ്യാൻ ഒരാളുണ്ടല്ലോ, പട്ടിക്കുട്ടൻ. ചേച്ചിയുടെ വീട്ടിൽ കയറാം. ഹായ്, വരൂ വരൂ, വാങ്ങു. ഏയ് മാറോ മത്, മാറോ മത്, മാറോ മത്, മാറോ. ആഹാ, ഇതാണ് ഇവരുടെ നിഷി ട്രൈബൽ വില്ലേജിൻ്റെ വീട്. ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. നടുക്ക് ഇതാ ഇവരുടെ പാചകം ചെയ്യുന്ന സ്പേസ്. മുകളിൽ വിറകൊക്കെ കൂട്ടിയിരിക്കുന്നു, കരി പിടിച്ചിരിക്കുന്നുണ്ടോ. താഴെ ഫുള്ള് ബാമ്പു. കുറച്ച് തറയുന്ന കുറച്ച് പൊങ്ങി വെക്കുകയാണല്ലോ ഇത്. അതെ അതെ. ബാസ്ക്കറ്റ് കണ്ടോ. കടിക്കരുത്, അത് വേണ്ട. താങ്ക് യു. നെയ്യ് തൂക്കിയിട്ടേക്കുന്നുണ്ടോ, എന്തിൻ്റെയോ നെയ്യാണ് കേട്ടോ. പനമ്പ് കൊണ്ടുള്ള പായ കണ്ടോ. ഇവിടെ ഒരു ബെഡുണ്ട്. ഇത് നമ്മൾ അപ്പത്താനി വീട്ടിൽ കണ്ടുപോലത്തെ ഒരു വെട്ടുകത്തി ഇരിക്കുന്നുണ്ടോ. കേരള അടപ്പ് കണ്ടോ. ചില സ്ഥലത്ത് ചില വീടുകളിൽ ഇതുപോലത്തെ 2 അടപ്പുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ മകൻ കല്യാണം കഴിച്ച് വരുമ്പോൾ മകൻ്റെ വൈഫ് വേറെയാണ് വെക്കുന്നത്. അതായത് ബഹു വരുമ്പോൾ ബഹു കുക്ക് ചെയ്യുന്നത് വേറെയാണ്. അതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ ചിലപ്പോൾ 2 അടപ്പുണ്ടാവും ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. ഇത് ഇവരുടെ അടുക്കളയാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകുന്ന സ്പേസ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഈ വില്ലേജിൻ്റെ പേര് സത്ലങ്ക എന്നാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ അമ്മാമ്മയുടെ വില്ലേജ് സത്ലങ്ക. അപ്പോൾ ആ വില്ലേജാണ്. ലിനിയ വില്ലേജ് കുറച്ചുകൂടി മുകളിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിനകത്താണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർ കിടക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട് പോലെ ഉണ്ട്. അതാണ് അവർ കിടക്കുന്ന സ്ഥലം. ഇവിടെ ഇവർ വീടുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് പൊക്കിയാണ് കേട്ടോ പണിയുന്നത്. താഴെ കണ്ടോ ഇതുപോലെ ഫയർവുഡൊക്കെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. മഴ കൊള്ളാതെയൊക്കെ നനയാതൊക്കെ ഇരുന്നോളും. അത് ഇതിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ നമുക്ക് ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ പോവാം. പുള്ളി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കടയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കരുതി ഒറ്റ കടയുള്ളൂ. ഈ കാണുന്നതാണ് ഗ്രാമമുഖ്യൻ്റെ വീട്. ഗ്രാമമുഖ്യം ബാക്കിലെവിടെയുണ്ട്. നമുക്കൊന്ന് പെർമിഷൻ ചോദിക്കാം. ഇതിനിടയിലൂടെ പുക പോകുന്നുണ്ടോ. നമ്മുടെ അടുപ്പ് കത്തിക്കുമ്പോൾ ഇതിലെയാണ് പുക പുറത്തേക്ക് പോകുന്നത്. कैसे हो आप लोग? अंदर जा सकते हैं? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 അടപ്പുണ്ട് കേട്ടോ. ഒരടപ്പ് വീട്ടുകാരിക്കും, മറ്റേ അടപ്പ് ഇവിടുത്തെ ബഹുവിനാണ്. വെട്ടുകത്തികളാണ് കേട്ടോ. ഇത് ബാക്കിലിടുന്ന ബാഗ് ഉണ്ടോ, ബാമ്പു.
ടി വി ഒക്കെ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇത് ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചുമന്ന് കൊണ്ടുപോകുന്ന കൂടെയാണ് കേട്ടോ ഇത്. फालतू से खेती के लिए ഇവിടെ ഒരു ഗ്രൗണ്ടാണ്. ഫുട്ബോൾ, വോളിബോൾ എല്ലാം കളിക്കുന്ന ഗ്രൗണ്ട്, ഗ്രാമത്തിലെ ഗ്രൗണ്ട്. ഇത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് പ്രീ പ്രൈമറി സ്കൂളാണ്. ഉണ്ടോ, സ്കൂൾ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഇവിടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ടേ. സ്ട്രീമിൻ്റെ ഭംഗി ഒന്ന് എൻജോയ് ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മൾ നിഷി ട്രൈബിൻ്റെ വില്ലേജ് കണ്ടു കേട്ടോ, സൻലങ്ക. അപ്പോൾ ഏതായാലും ഇത്രയും ഒരു പച്ചപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും നല്ലൊരു തിക്ക് ഫോറസ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സീറോ വാലി മാത്രം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര ഏതായാലും ഒരു റിഫ്രഷിങ് യാത്രയായിരുന്നു. അപ്പോൾ സീറോ വാലി വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടേഴ്സിൻ്റെ ഗ്രാമങ്ങളിലെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.